രണ്ടാകൃതി സമവാക്യങ്ങൾ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 5. ഇതൊരു ഇക്വേഷനാണ്, ഇതൊരു സമവാക്യമാണ്. കാരണം ഇതിനൊരു സമചിഹ്നം അഥവാ ഒരു ഈക്വൽ സൈൻ ഉണ്ടല്ലേ. ഈക്വൽ സൈന് മുൻപുള്ള ഭാഗത്തെ നമ്മൾ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡെന്നും ഈക്വൽ സൈൻ കഴിഞ്ഞു വരുന്ന പാർട്ടിനെ RHS അഥവാ റൈറ്റ് ഹാൻഡ് സൈഡെന്നും വിളിക്കും. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു ഒന്നാംകൃതി സമവാക്യമാണ്. ഇവിടുത്തെ വേരിയബിളാണ് എക്സ്. അതായത് എക്സ് എന്ന് പറയുന്നത് പല ഇക്വേഷനിലും പല മൂല്യമായിരിക്കും. അതുകൊണ്ട് ഇതിനെ വേരിയബിൾ അഥവാ ചരം എന്ന് വിളിക്കുന്നു. ഇപ്പോൾ y+7 = 10 അല്ലെങ്കിൽ y-7 = 10 ഇതെല്ലാം ഒരു ഇക്വേഷനാണ്. ഇവിടുത്തെ ചരം y ആണെന്നേ ഉള്ളൂ. x+2 = 5, y-7 = 10. നമ്മളിത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? സോൾവ് ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടുത്തെ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ വില കാണാൻ 5 + 2 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ കൂട്ടിയിരിക്കുകയാണ് 2 അല്ലേ. അപ്പോൾ 2 കൂട്ടിയിരിക്കുന്നുവെങ്കിൽ മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പർ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് കുറയ്ക്കണം. സോ എക്സിൻ്റെ വില 3 ആണ്. നോക്കി, 3ഉം 2ഉം കൂട്ടിയാൽ 5. ഇതുപോലെ ഇവിടെ വരുമ്പോൾ വൈയുടെ മൂല്യം കാണാൻ 10 -7 അപ്പുറത്ത്, അതായത് 7 കുറച്ചിരിക്കുന്നു. അപ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് കൂട്ടണം അല്ലേ. 10 + 7 17. നമുക്ക് 17ൽ നിന്ന് 7 കുറച്ചാലാണ് 10 ലഭിക്കുന്നത് അല്ലേ. ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ഒരു ഒന്നാംകൃതി ഇക്വേഷനാണ്, അതായത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ് അല്ലേ. കാരണം ഇവിടുത്തെ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ 1 ആണ്. എക്സ് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ പവർ എത്രയാണ്? അതിൻ്റെ കൃതി 1 ആണ്. അപ്പോൾ ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഒരു സൊല്യൂഷനെ, ഒരു മൂല്യം മാത്രമേ കിട്ടത്തും ഉള്ളൂ. എന്നാൽ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് രണ്ടാംകൃതി സമവാക്യം അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ രണ്ടാംകൃതി സമവാക്യത്തിൻ്റെ സാമാന്യ രൂപം അഥവാ ജനറൽ ഫോമാണ് നമ്മൾ ഈ ബോക്സിൽ എഴുതിയിരിക്കുന്നത്. ax² + bx + c = 0. ഇതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം. ഇവിടെ a എന്ന് വെച്ചാൽ x² കോഎഫിഷ്യൻ്റ് ആണ്, അതായത് x² ഏതുകൊണ്ടാണോ ഗുണിച്ചിരിക്കുന്നത് ആ വാല്യൂ ആണ്. ബി എന്ന് വെച്ചാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആൻഡ് സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടേമും ആയിരിക്കും. ഇപ്പോൾ ജനറൽ ഫോം എഴുതുമ്പോൾ നമ്മൾ RHSൽ, അതായത് സമത്തിൻ്റെ റൈറ്റ് സൈഡിൽ 0 ആവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്താണ് എഴുതുന്നത്. ബാക്കിയെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജനറൽ ഫോമിൽ കൊടുത്തേക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2x² + 3x + 2 = 0. ഇവിടെ എയുടെ വില 2 ആണ്. ബിയുടെ വില, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 3 ആണ്. സിയുടെ വില 2 ആണ്. ഇവിടേക്ക് വരുമ്പോൾ എയുടെ വില, അതായത് x² കോഎഫിഷ്യൻ്റ് അവിടെ ഒന്നുമില്ല, മീൻസ് 1x² ഉണ്ട് എന്നാണ്. അപ്പോൾ എയുടെ വില 1 ആണ്. ബിയുടെ വില എന്ന് വെച്ചാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്, എക്സിന് മുന്നിൽ ഒന്നുമില്ല. സോ അവിടെ 1 ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ 1 ഉണ്ട്, പക്ഷെ വെറും 1 അല്ല, -1 ആണ്. സോ ബി -1. അതിന് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് 5 ആണ്. 5ന് മുന്നിൽ പ്ലസ് ആയതുകൊണ്ട് 5 എന്ന് തന്നെ എഴുതിയാൽ മതി. ഇനി മൈനസ് ആയിരുന്നെങ്കിൽ നമ്മൾ -5 എന്ന് എഴുതിയാണ്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ അഥവാ രണ്ടാംകൃതി സമവാക്യത്തിൻ്റെ സൊല്യൂഷൻ അഥവാ അത് ഇവിടുത്തെ വേരിയബിൾ, അത് എക്സോ വൈയോ അങ്ങനെ ഏതെങ്കിലും ആവാം. അപ്പോൾ എക്സോ വൈയോ. സോ ആ വേരിയബിളിൻ്റെ വാല്യൂ കാണാൻ 2 മെത്തേഡാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ അഥവാ വർഗം പൂർത്തീകരിക്കൽ. രണ്ടാമത്തെ മെത്തേഡ് ഒരു കോമൺ ആയിട്ടൊരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, അതായത് എക്സിൻ്റെ മൂല്യം കണ്ടുപിടിക്കുന്നു. ഈ 2 മെത്തേഡിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ചെയ്യാം. അജയ് ഈസ് 10 years ഓൾഡർ ദാൻ രേണുക. രേണുകയേക്കാൾ 10 വയസ്സ് കൂടുതലാണ് അജയ്ക്ക്. പ്രോഡക്റ്റ് ഓഫ് ദെയർ ഏജസ് ഈസ് 144. അവരുടെ ഏജുകൾ തമ്മിൽ ഗുണിച്ചാൽ, അവരുടെ വയസ്സുകൾ തമ്മിൽ ഗുണിച്ചാൽ 144 കിട്ടും. ക്വസ്റ്റ്യൻ എ, ടേക്കിംഗ് രേണുകാസ് ഏജ് എക്സ്. രേണുകയുടെ ഏജ് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് അജയ്സ് ഏജ്? അജയുടെ ഏജ് എത്രയാണ്? അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളെല്ലാം എ പാർട്ട് ബി പാർട്ടായിട്ട് തന്നിട്ട് ഇതേ കണക്ക് തന്നെയായിരിക്കും ചോദിക്കുന്നത്. ഒന്നാമത്തെ പാർട്ടിൽ ഇക്വേഷൻ ഉണ്ടാക്കാനും രണ്ടാമത്തെ പാർട്ടിൽ അത് സോൾവ് ചെയ്യാനുമായിരിക്കും. അപ്പോൾ രേണുകയുടെ ഏജ് എക്സ് ആണെങ്കിൽ അജയുടെ ഏജ് എത്രയായിരിക്കും? അജയ് രേണുകയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്, അതായത് 10 കൂടുതലായിരിക്കും അല്ലേ. സോ അജയുടെ ഏജ് x + 10 ആയിരിക്കും.
ഇനി ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ ഫൈൻഡ് ദെയർ ഏജ്. അപ്പോൾ ഏജ് കണ്ടുപിടിക്കണമെങ്കിൽ ഇനി ഇവിടുന്ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിയാൽ പ്രോഡക്റ്റ് ഓഫ് ദെയർ ഏജ് ഈസ് 144. ഇപ്പോൾ രേണുകയുടെ ഏജ് എക്സും അജിയുടെ ഏജ് എക്സ് പ്ലസ് 10 കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ 144 കിട്ടും. നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10 ഈസ് ഈക്വൽ ടു 144. സോ എക്സിനെ അകത്തേക്ക് കയറ്റി ഗുണിച്ചു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആൻഡ് എക്സ് ഇൻറ്റു 10 പ്ലസ് 10x ഈക്വൽ ടു 144. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയല്ലേ. പക്ഷേ ഇത് ജനറൽ ഫോമിലായിട്ടില്ല. ജനറൽ ഫോമിലാവണമെങ്കിൽ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് RHS 0 ആകണം. പക്ഷേ നമ്മളിവിടെ വർഗം പൂർത്തീകരിക്കുകയാണ്. അതായത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചാണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്യുന്ന കേസിൽ കോൺസ്റ്റൻറ്റ് ടേമിനെ RHSൽ തന്നെ നിർത്തുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേം RHSൽ തന്നെ കിടക്കുവാണ്. അഥവാ ഇവിടെയായിരുന്നു കോൺസ്റ്റൻ്റ് എങ്കിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം വർഗം പൂർത്തീകരിക്കുമ്പോൾ. സോ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വർഗം പൂർത്തീകരിക്കാം. വർഗം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആരാണെന്ന് നോക്കാം. നോട്ട് എക്സ് സ്ക്വയർ, എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 10 ആണല്ലേ. ആ 10ൻ്റെ പകുതി എടുക്കണം. അപ്പോൾ എക്സിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ പകുതി, 10ൻ്റെ പകുതി 5. ആ 5ൻ്റെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എക്സിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ പകുതി, എക്സ് സ്ക്വയറിൻ്റെ അല്ല, എക്സിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ പകുതി. അപ്പോൾ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് 10 ആണ്, അതിൻ്റെ പകുതി 5 ആണ്. ആ 5ൻ്റെ സ്ക്വയർ രണ്ട് സൈഡിലും കൂട്ടണം. അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് എത്ര കൂട്ടണം? 5 സ്ക്വയർ കൂട്ടണം. ഈക്വൽ ടു 144ൻ്റെ കൂടെയും 5 സ്ക്വയർ കൂട്ടണം. അപ്പോൾ ഇവിടം വരെ നമ്മൾ ചെയ്തു. ഇതിൻ്റെ ബാക്കി 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം കൂടെ പഠിച്ചിട്ട് തിരിച്ച് ഇതേ ക്വസ്റ്റിനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പഠിച്ച ഒരു കാര്യം, ഒരു ഐഡൻറ്റിറ്റി നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അവിടെ പഠിച്ച ഒരു ഐഡൻറ്റിറ്റിയാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതുപോലെ തന്നെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇതേ സംഭവം ഒന്ന് തിരിച്ച് ആലോചിച്ച് നോക്കിയാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോമിലുള്ള ഒരു ഇക്വേഷനെ തിരിച്ച് നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നും എഴുതാൻ കഴിയണം അല്ലേ. അതുപോലെ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ് ഇക്വേഷനെങ്കിൽ അതിനെ തിരിച്ച് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നും എഴുതാൻ കഴിയണം. ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ നമ്മൾ ഓർത്തിരിക്കണം. റൂട്ട് 16 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. പക്ഷേ റൂട്ട് 16 എന്ന് വെച്ചാൽ ശരിക്കും 4 അല്ല, പ്ലസ് ഓർ മൈനസ് 4 ആണ്. കാരണം മൈനസ് 4ൻ്റെ സ്ക്വയറും 16 4ൻ്റെ സ്ക്വയറും 16 മൈനസ് 4ൻ്റെ സ്ക്വയർ എന്തുകൊണ്ടാണ് 16 വരുന്നത്? -4 ഇൻറ്റു -4, മൈനസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആവും അല്ലേ. സോ റൂട്ട് 25 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 അല്ല, പ്ലസ് ഓർ മൈനസ് 5 എന്ന് വേണം പഠിക്കാൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ 2 പോയിന്റ് ഓർമ്മയിലുണ്ടെങ്കിൽ ഇതാണ്, ഇത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോമിലാണല്ലോ. അപ്പോൾ അതിനെ തിരിച്ച് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ കഴിയണം. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. എക്സ് സ്ക്വയർ 10x 5 സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ 5 സ്ക്വയർ. അപ്പോൾ എക്സ് എടുത്തു, പിന്നെന്താ 5 എടുത്തു. എക്സിൻ്റെ സ്ക്വയറും 5ൻ്റെ സ്ക്വയർ. സോ എക്സ് എടുത്തു, 5 എടുത്തു. ഇനി നടുക്ക് ഈ സൈൻ കൊടുക്കണം. അതായത് മിഡിൽ ടേമിൻ്റെ എക്സിൻ്റെ ടേമിൻ്റെ സൈൻ എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 144 പ്ലസ് 5ൻ്റെ സ്ക്വയർ. അതായത് 144 പ്ലസ് 25 169 എന്ന് വന്നു. എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 169. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 5 എത്രയെന്ന് എഴുതാം? 169ന് ഒരു റൂട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇവിടുന്ന് നമ്മൾ സ്ക്വയർ കളയാണ് അല്ലേ. എക്സ് പ്ലസ് 5ൻ്റെ ഹോൾ സ്ക്വയർ 169 എങ്കിൽ എക്സ് പ്ലസ് 5 ഇസ് ഈക്വൽ ടു സ്ക്വയറിനെ അപ്പുറത്തേക്ക് കളയാം. സ്ക്വയർ അപ്പുറത്തേക്ക് കളയുമ്പോൾ അവിടെ റൂട്ട് ഇട്ട് കൊടുക്കണം. സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ടാകും. അപ്പോൾ എക്സ് പ്ലസ് 5 ഇസ് ഈക്വൽ ടു ഇവിടെ തന്നെ എഴുതാം റൂട്ട് 169. റൂട്ട് 169 13 പക്ഷെ നമ്മൾ പഠിച്ചതനുസരിച്ച് നോക്കിയാൽ റൂട്ട് 169നെ വെറും 13 എന്ന് എഴുതരുത്, പ്ലസ് ഓർ മൈനസ് 13 എന്ന് വേണം എഴുതാൻ. ഇനി നമുക്കിതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് പ്ലസ് 5 ഈക്വൽ ടു പ്ലസ് 13 എന്നെടുത്തു കഴിഞ്ഞാൽ എക്സ് എത്രയാണ്? 13
+5 അപ്പുറത്തേക്ക് പോയാൽ -5 ആവും അല്ലേ. 13 - 5 8 എന്ന് വരും. അതുപോലെ x+5 = എന്തും എടുക്കണം, -13 എന്നും എടുക്കണം. കാര്യം +13 ആകാം -13 ആകാം √169ൻ്റെ വിലയെന്ന് പറയുന്നത്. സോ x+5 13 എടുത്തു. ഇനി x+5 = -13 എടുക്കാം. അപ്പോൾ x = -13 + 5 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ -5. സോ കൂട്ടിയിട്ട് സെയിം സൈൻ കൊടുക്കണം അല്ലേ, ആഡ് ആൻഡ് പുട്ട് സെയിം സിമ്പിൾ. സോ 18 -2. അപ്പോൾ എക്സിൻ്റെ വില 2 കിട്ടി. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ എക്സിന് 2 വിലകൾ കാണും, 2 മൂല്യങ്ങൾ, 2 സൊല്യൂഷൻസ് കാണും. ഇവിടെ എക്സ് എന്ന് എടുത്തിരിക്കുന്നത് ഒരാളുടെ ഏജ് ആണ് അല്ലേ. നമ്മൾ രേണുകയുടെ ഏജ് ആണ് എക്സ് എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏജ് അഥവാ വയസ്സെന്ന് പറയുന്നത് ഒരിക്കലും എന്താവില്ല, നെഗറ്റീവ് നമ്പർ വരില്ല. അപ്പം ഈ വില നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. രേണുകയുടെ ഏജായി കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് 8 ആണ്. അപ്പോൾ രേണുകയുടെ ഏജ് 8. അപ്പോൾ അജയുടെ ഏജ് എത്രയാണ്, അതിനേക്കാൾ 10 കൂടുതൽ. അജയുടെ ഏജ് അപ്പോൾ 18. ഇതാണ് വർഗം പൂർത്തീകരിക്കുന്ന രീതി. ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഈ 2 കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ x+5 എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. x+5 x² + 2ab 2 × x × 5, അതായത് 2 × x × 5 എത്ര, 10x + b² ദാറ്റ് മീൻസ് 5². കറക്റ്റ് ആണല്ലേ, ഇതന്നല്ലേ. അപ്പോൾ x² + 10x + 5² x+5 എന്ന് എഴുതാൻ കഴിയണം. ഐഡൻറ്റിറ്റി തിരിച്ച് ആലോചിച്ച് നോക്കിയാൽ മതി. രണ്ടാമതൊരു ചോദ്യം നോക്കാം. The square of a number is equal to 12 added to the number. Find the number. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യയുടെ സ്ക്വയർ, അതായത് വർഗം ആർക്ക് തുല്യമാണ്, അതേ സംഖ്യയോട് 12 കൂട്ടിയതിനോട് തുല്യമാണ്. ഫൈൻഡ് ദ നമ്പർ. അപ്പോൾ ആ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണോ അവർ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് നമ്മളത് എക്സ് എന്നെടുത്തു. ലെറ്റ് ദ നമ്പർ ബി എക്സ് അല്ലേ, എക്സ് എന്നെടുത്തു. ഇനി നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചൊരു ഇക്വേഷൻ ഉണ്ടാക്കുക അല്ലേ. സോ സ്ക്വയർ ഓഫ് എ നമ്പർ, ദാറ്റ് മീൻസ് ആ നമ്പർ നമ്മൾ എക്സ് എന്നെടുത്തു. എക്സിൻ്റെ സ്ക്വയർ ആർക്ക് ഈക്വലാണ്, ആ എക്സ് എന്ന് പറയുന്ന അതേ സംഖ്യയോട് 12 കൂട്ടിയതിന് ഈക്വലാണ്. സോ x² = x + 12. ഇപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ. ഇനി ഇത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ വെച്ച് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ x² എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി -x = 12 അല്ലേ. ഒരു സൈഡിൽ കോൺസ്റ്റന്റ് ഇട്ടു, ബാക്കി അപ്പുറത്തേക്ക് കൊണ്ടുപോയി കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ 2 സൈഡിലും കൂട്ടണമെന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -1 ആണ്. 1 അവിടെ ഇല്ല, പക്ഷേ 1 ശരിക്കും അവിടെ ഉണ്ട്, നമ്മൾ എഴുതാറില്ലെന്നേ ഉള്ളൂ അല്ലേ. സോ ഈ -1ൻ്റെ പകുതിയുടെ സ്ക്വയർ കൂട്ടുക എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പ്രയാസമാണ് അത് ചെയ്തു വരാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇക്വേഷൻ അഥവാ ഒരു ജനറൽ ആൾജിബ്ര ഉപയോഗിച്ച് ഇത് സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷനാണ് -b ± √b² - 4ac/2a. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ആദ്യമേ തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷനെ ജനറൽ ഫോമിലേക്ക് മാറ്റി എഴുതണം. സോ ജനറൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി x² എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു -x + 12നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു -12 = ബാക്കി ഇനി ഇവിടെ ഒന്നുമില്ല 0. ഇനി a b c എന്നിവ എടുത്തെഴുതുന്നു. ജനറൽ ഫോമിലായാൽ ABC എടുത്തെഴുതാൻ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ. സോ x² കോഎഫിഷ്യൻ്റ് ആണ് a, 1 ആണത് അല്ലേ. x² എന്ന് മാത്രമേ ഉള്ളൂ. സോ 1 ഉണ്ട് അവിടെ. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അത് -1 ആണ്. c 12 അല്ല, 12ന് മുന്നിൽ ഒരു സൈൻ കൂടെ ഉണ്ടല്ലേ, -12 ആണ്. അപ്പോൾ എയും ബിയും സിയും നമ്മൾ എടുത്തെഴുതി. ഇനി നമുക്ക് നേരിട്ട് ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ചെയ്യാറുള്ള മെത്തേഡെന്ന് വെച്ചാൽ ആദ്യമേ ഇവിടെ ഡിസ്ക്രിമിനൻ്റ് അഥവാ b² - 4ac കണ്ടുപിടിക്കും. ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നേരിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്നത്. മെത്തേഡല്ല, ചെയ്തു വരുന്ന ഒരു രീതി. b² - 4ac ഇതിനെ നമ്മൾ ഡിസ്ക്രിമിനൻ്റ് അഥവാ വിവേചകം എന്ന് വിളിക്കും. സോ b² എന്ന് വെച്ചാൽ -1ൻ്റെ സ്ക്വയർ. ഇക്വേഷനിൽ നമ്മൾ ബിയും എയും സിയും ഒക്കെ എടുത്ത് എഴുതിയിട്ടുണ്ടല്ലേ, അത് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. -4ac അപ്പം 4 × a 1 × c -12
അപ്പോൾ ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ -1 സ്ക്വയർ, നെഗറ്റീവ് നമ്പർ ആയാലും സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും അല്ലേ. -1 × -1 1 മൈനസ് 4 × 1 × 12. ആദ്യമേ നമുക്ക് ഈ നമ്പറുകൾ ഗുണിക്കാം. 4 × 1 4, 4 × 12 48. ഇനി ഇവിടെ മൈനസ് ഇൻറ്റു പ്ലസ് ഇൻറ്റു മൈനസ് അല്ലേ, -4 +1 -12 അങ്ങനെയാണ്. സോ അത് തമ്മിൽ ഗുണിക്കുമ്പോൾ -4 × -12 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. സോ b² - 4ac 49 എന്ന് വരും. ഇനി എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ ഇക്വേഷനിൽ ഇത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ b² - 4ac എത്രയാണ്? 49. a 1 ആണ്, b -1 ആണ്, c -12 ആണ്. സോ നമ്മൾ ഇനി എക്സിൻ്റെ വാല്യൂ ഇക്വേഷൻ ഉപയോഗിച്ച് ഓൾജിബ്ര ഉപയോഗിച്ച് ചെയ്യുകയാണ്. -b ± √b² - 4ac/2a -b. സോ b എന്ന് പറയുന്നത് -1 ആയിരുന്നു അല്ലേ. സോ -1 എന്ന് വരും. 2 മൈനസ് ചേർന്ന് വരുന്നത് കൊണ്ട് -1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും അല്ലേ. സോ 1 ± √b² - 4ac നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് ഇത് ഇക്വേഷൻ ഇട്ട് കൊടുത്ത് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ അതിന്ന് കണ്ടുപിടിച്ച് വെച്ചത്. b² - 4ac എത്രയായിരുന്നു? 49. സോ √49/2a 2 × a 1 ആയിരുന്നു അല്ലേ. സോ 1 ± √49 7 ആണ് /2. ഇനി നമുക്ക് രണ്ടായി പിരിയാം അല്ലേ. 2 ആൻസർ ഉണ്ടാവും. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നറിയാം. സോ x = 1 + 7/2 1 + 7/2. അതുപോലെ x = 1 - 7/2. 1 + 7 8 ആണ്. 8/2 4 എന്ന് വരും. അതുപോലെ 1 - 7 -6 ആണ്. -6ൻ്റെ പകുതി എത്ര വരും? -3 എന്ന് വരും. സോ ഇവിടെ ഏതൊക്കെ വില നമുക്ക് എടുക്കാൻ കഴിയും? 2 വില എടുക്കാം. കാരണം എക്സ് എന്ന് എടുത്തിരിക്കുന്ന ഒരു സംഖ്യയാണ്. സംഖ്യ എന്ന് വെച്ചാൽ അത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം. പക്ഷേ ഏജ്, സ്പീഡ് അല്ലെങ്കിൽ ടൈം, ലെങ്ത് ഇതൊന്നും ഒരിക്കലും എന്ത് വരില്ല, നെഗറ്റീവ് നമ്മൾ എടുക്കാറില്ല. പക്ഷേ ഇവിടെ ഒരു സംഖ്യ ആയതുകൊണ്ട് തന്നെ ആ സംഖ്യ 4 ആകാം -3 ആകാം. ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും ആകാം. മറ്റൊരു ചോദ്യം നോക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 5 മോർ ദാൻ ദാറ്റ് നമ്പർ ഈസ് 104. ഒരു സംഖ്യയും അതിനേക്കാൾ 5 കൂടുതലായ സംഖ്യയും അല്ലെങ്കിൽ അതിനോട് 5 കൂട്ടിയ സംഖ്യയും തമ്മിൽ ഗുണിച്ചപ്പോൾ, പ്രോഡക്റ്റ് മീൻസ് ഗുണിച്ചപ്പോൾ 104 കിട്ടി. ടേക്കിംഗ് ദ ഫസ്റ്റ് നമ്പർ ആസ് എക്സ്. ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എത്രയാണ്? 5 കൂടുതലാണ്. സോ എക്സും x + 5ഉം. ആൻഡ് ഇത് ഉപയോഗിച്ച് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുകയും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കുകയും അത് സോൾവ് ചെയ്യുകയും വേണം. അപ്പോൾ ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ്. അപ്പോൾ എക്സും x + 5ഉം കൂടെ ഗുണിച്ചാൽ 104 കിട്ടും അല്ലേ. സോ നമുക്കൊന്ന് ഗുണിക്കാം. x × x + 5 = 104. അകത്തോട്ട് ഇട്ട് ഗുണിക്കണം അല്ലേ. സോ x × x x² + x × 5 5x = 104. അപ്പോൾ ഇവിടെ നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ വെച്ച് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് വെച്ചാൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 5 ആണ്. 5ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ അത് ഡെസിമൽ നമ്പറായി പോകും അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആയി പോകും. അപ്പോൾ 5ൻ്റെ പകുതിയുടെ സ്ക്വയർ അപ്പുറം ഇപ്പുറം ഗുണിക്കുക എന്ന് വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, തെറ്റാൻ സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ സോൾവ് ചെയ്യുന്നു. അതായത് ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി കോൺസ്റ്റൻറ്റിനെ മറു സൈഡിലേക്ക് കൊണ്ടുവന്ന് അപ്പുറത്തെ സൈഡ് 0 ആക്കി അതിനെ ജനറൽ ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നു. 104 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -104 ആവും അല്ലേ. = 0. ആൻഡ് എ എടുത്ത് എഴുതുന്നു. എ എത്രയാണ്? 1 ആണ് അല്ലേ. x² എന്നേ ഉള്ളൂ. സോ 1 ആണ്. ബി എടുത്തെഴുതുന്നു. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 5 ആണ്. സി എടുത്തെഴുതുന്നു. -104 ആണ്. ഇനി നമ്മളിത് ഇക്വേഷനിൽ ഇട്ട് സോൾവ് ചെയ്യാൻ പോകണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എന്താ? ഡിസ്ക്രിമിനൻറ്റ് ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടി b² - 4ac. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല, നേരിട്ട് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. സോ b², 5ൻ്റെ സ്ക്വയർ -4ac 4 × a 1 × 104. അപ്പോൾ 5ൻ്റെ സ്ക്വയർ -4 × 1 × 104 104 -104 25 -4ഉം 1ഉം 104ഉം
അപ്പോൾ 104 ഒരു മൈനസ് ഉണ്ടല്ലേ. സോ ഇവിടുത്തെ സൈൻ എന്ത് വരും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. 4 ഇൻറ്റു 104, അപ്പം 404 16 അല്ലേ, 416 എന്ന് വരും. ഇത് തമ്മിൽ കൂട്ടിയാൽ 430 441 വരും. b² മൈനസ് 4ac. സോ ഇനി ഇത് നമുക്ക് ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാം. സോ എന്തായാലും നമ്മുടെ ഇക്വേഷൻ -b + or - √b² - 4ac/2a. അല്ല, ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. വില ഇട്ട് കൊടുക്കുക അല്ലേ. -b എന്ന് വെച്ചാൽ -b5. സോ -5 + or -√b² - 4ac നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചായിരുന്നു. 441 അല്ലേ, 441/2a. ഇപ്പം 2 ഇൻറ്റു 1 2 തന്നെയാണ്. സോ -5 + or -√441 എന്ന് വെച്ചാൽ എത്രയാണ്? 21ൻ്റെ റൂട്ടാണല്ലേ. കാരണം 21 ഇൻറ്റു 21 ഗുണിച്ച് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 441 കിട്ടും. സോ 21/2. ഇനി നമുക്കിതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. എക്സിൻ്റെ വില -5 പ്ലസ് ഇട്ട് ചെയ്യണം 21/2 ആൻഡ് എക്സിൻ്റെ വില -5 -21/2. സോ -5 + 21 അല്ലേ. കുറച്ചിട്ട് വലതിൻ്റെ സൈൻ ഇടണം. അഥവാ 21 - 5. 21 - 5 എത്രയാണ്? 16. 16ൻ്റെ പകുതി 8. ആൻഡ് ഇവിടെ വരുമ്പോൾ -5 -21 എന്നാണ് അല്ലേ. സോ 26. ഇവ തമ്മിൽ കൂട്ടി 26 സെയിം സിമ്പിൾ ആയതുകൊണ്ട് കൂട്ടി, എന്നിട്ട് സെയിം സിമ്പിൾ തന്നെ നമ്മളവിടെ ഇട്ട് കൊടുത്തു /2. അപ്പോൾ എത്രയാണ്? -13 എന്ന് വരും. അപ്പോൾ എക്സിന് രണ്ട് വില നമുക്ക് കിട്ടി. ഒന്ന് 8, ഒന്ന് -13. ഇത് രണ്ട് സംഖ്യകളാണ് നമ്മൾ എക്സാക്റ്റ് എടുത്തിരുന്നത് അല്ലേ. സോ സംഖ്യ ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് വാല്യൂ എടുക്കാൻ പറ്റും, നെഗറ്റീവ് വാല്യൂ നമുക്കവിടെ എടുക്കാൻ പറ്റും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 8 ആവാം -13 ആവാം. 8 ആയാൽ രണ്ടാമത്തെ സംഖ്യ എത്രയാണ്? ഒന്നാമത്തെ സംഖ്യ 8 ആയാൽ, അതായത് എക്സ് 8 ആയാൽ രണ്ടാമത്തെ സംഖ്യ അതിനേക്കാൾ 5 കൂടുതൽ, 8 5 13. ഇനി ഒന്നാമത്തെ സംഖ്യ -13 ആകാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്രയാണ്? -13 അതിനോട് 5 കൂട്ടിയതല്ലേ. സോ +5. -13 + 5 എത്രയാണ്? കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ അല്ലേ. സോ 8, വലുതിൻ്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് -8. സോ ആൻസർ 8ഉം 13ഉം ആകാം, അല്ലെങ്കിൽ -13ഉം -8ഉം ആകാം. ഇനി മിക്കവാറും ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ എളുപ്പത്തിന് വേണ്ടി പഠിച്ചു വെച്ചേക്കേണ്ട ചില സംഗതികൾ നോക്കാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ചതുരം, ഒരു റെക്റ്റാങ്കിൾ തന്നിട്ട് അതിൻ്റെ പെരിമീറ്റർ തരും. പെരിമീറ്റർ തന്നിട്ട് ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ ചെറിയ സൈഡ് എക്സ് എന്ന് തരും, വലിയ സൈഡ് എത്രയായിരിക്കും എന്ന് നമുക്കത് കണ്ടുപിടിക്കണം ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടുന്ന് വലിയ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, പെരിമീറ്റർ അഥവാ ചുറ്റളവ് 50 ആണല്ലേ. 50 എന്ന് വെച്ചാൽ 4 സൈഡൂടെ കൂട്ടുന്നതാണ്. അത് 2 നീളവും 2 വീതിയും കൂട്ടുന്നതാണ്. സോ ഒരു നീളവും ഒരു വീതിയും കൂട്ടുമ്പോൾ എത്ര വരും? പെരിമീറ്ററിൻ്റെ പകുതി ആയിരിക്കും അല്ലേ. അതായത് എത്രയാണ്? 25 ആയിരിക്കും. സോ നമ്മുടെ സൈഡുകൾ, അപ്പോൾ ഈ നീളവും ഈ വീതിയും കൂടെ കൂട്ടിയാൽ 25 വരും. ഈ നീളവും ഈ വീതി, ഈ നീളവും ഈ വീതി 4 കൂടെ കൂട്ടിയാലാണ് 50. നമുക്ക് ഈ നീളവും ഈ വീതിയും കൂടെ കൂട്ടുമ്പോൾ 25 എന്ന് എഴുതാം അല്ലേ. സോ എക്സും ഈ രണ്ടാമത്തെ സൈഡ് എത്രയായിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 25. അതിലൊരെണ്ണം നമ്മൾ എക്സ് എന്ന് എടുത്താൽ രണ്ടാമത്തത് ടോട്ടൽ ലെങ്ത് 25ന്ന് ഈ ലെങ്ത് പോകുന്നതായിരിക്കും അല്ലേ. 25 - x ആയിരിക്കും. അതായത് ചുറ്റളവ് 100 ആണെന്ന് വെച്ചോ. പെരിമീറ്റർ 100 ആണെങ്കിൽ സൈഡുകൾ നമുക്ക് എങ്ങനെ എടുക്കാം? ചെറിയ സൈഡ് എക്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് എക്സ് ആണെങ്കിൽ മറു സൈഡ് ചുറ്റളവിൻ്റെ പകുതി, അതായത് 50 മൈനസ് ആ സൈഡായിരിക്കും. 50 - x ആയിരിക്കും. അപ്പോൾ ഇത് വെച്ച് ഇക്വേഷൻ ഉണ്ടാക്കേണ്ടി വരും. ഇനി അടുത്തത് ഏരിയ ആയിരിക്കും തരാൻ പോകുന്നത്. സോ ഏരിയ ആകുമ്പോൾ തന്നെ എക്സ് ഇൻറ്റു നീളം വീതി കൂടെ ഗുണിക്കണം അല്ലേ. 50 - x = ഇത്ര എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഇതകത്തോട്ട് ഇത് ഗുണിക്കുമ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും അല്ലേ. നമുക്കതിനെ മോഡൽ ക്വസ്റ്റ്യൻ പിന്നീട് ചെയ്യാം. അപ്പോൾ ഇത് ഒരു കാര്യം ഓർത്തിരിക്കണം. പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ മറു സൈഡ് എങ്ങനെ എടുക്കാം? പെരിമീറ്ററിൻ്റെ പകുതിയിൽ നിന്ന്. അപ്പോൾ പെരിമീറ്റർ 80 ആണെങ്കിൽ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ അടുത്ത സൈഡ് 80ൻ്റെ പകുതി, ചുറ്റളവിൻ്റെ പകുതി 40ൽ നിന്ന് എക്സ് കുറയ്ക്കുന്നതായിരിക്കും രണ്ട് സൈഡുകൾ. ഇനി 2 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ തുടർച്ചയായിട്ടുള്ള രണ്ടെണ്ണം
ഉപയോഗിച്ചുള്ള കണക്കുകളിൽ നമുക്ക് അവ എങ്ങനെ എടുക്കുന്നത്? ആദ്യത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്ത സംഖ്യ എണ്ണസംഖ്യ എന്ന് വെച്ചാൽ ഒന്ന് കൂടി പോവുകയാണ് അല്ലേ. അപ്പോൾ അടുത്ത സംഖ്യ x+1 എന്ന് എടുത്ത് വേണം ഇക്വേഷൻ ഉണ്ടാക്കാൻ. ഇനി ഓഡ് നമ്പേഴ്സിൻ്റെ കേസിൽ എക്സും അടുത്ത ഒറ്റ സംഖ്യ വരാൻ എത്ര 2 കൂട്ടേണ്ടത് അല്ലേ. സോ x+2 x+2. ഈവൻ നമ്പറിൻ്റെ കേസിലും 2 വീതമാണ് കൂടി പോകുന്നത് അല്ലേ. ഒന്നാമത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ രണ്ടാമത്തത് എങ്ങനെ എടുക്കണം ഇക്വേഷൻ ഉണ്ടാക്കാൻ? x+2 എന്ന് എടുക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ ഓർമ്മയിലിരിക്കണം.